സംസ്ഥാനത്ത് 4 ദിവസം കൂടി മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലൊക്കെയാണ് മുന്നറിയിപ്പ്. വേനൽ മഴ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ചൂട് കുറയുന്നുമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MS വീണ ചേരുന്നുണ്ട്. വീണ, കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നു. വേനൽ മഴ തുടരും എന്ന് തന്നെയാണല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. അതായത് 4 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുവെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗവും കുറയുന്നുണ്ടല്ലോ. വീണ, കൂടുതൽ വരിക. വിനോദ്, കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടുകൂടി ആ ചൂടിന് നേരിയ ശമനം ഉണ്ടായിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആശ്വാസ വാർത്തകൾ തന്നെയാണ്, അറിയിപ്പുകൾ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ഇപ്പോഴും ലഭിക്കുന്നത്. 4 ദിവസം കൂടി സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. മഴ പരക്കെ ലഭിക്കും. മഴയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട്. അതായത് ഈ ഇടിയും അതുപോലെ തന്നെ മിന്നലും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക്, തുറസായ സ്ഥലങ്ങളിൽ ഇരിക്കാതെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കൂടി ആൾക്കാർ ഇരിക്കണമെന്നുകൂടി, ജനങ്ങൾ ഇരിക്കണമെന്നുകൂടിയുള്ള ഒരു നിർദ്ദേശം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മഴ ലഭിച്ചതോടുകൂടി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും മലയോര പ്രദേശങ്ങളിലടക്കം മഴ ലഭിച്ചതോടുകൂടി ചൂടിന് ശമനമുണ്ടായിരിക്കുകയാണ്. ആ സാഹചര്യങ്ങളിൽ വൈദ്യുതി ഉപഭോഗവും കുറഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ കടുപ്പിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളിലടക്കം അയവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വരും ദിവസങ്ങളിലും പരക്കെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂടിന് ഏറെക്കുറെ ശമനമുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ വൈദ്യുതി ഉപഭോഗം വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കുറയുക തന്നെ ചെയ്യും. വിനോദ്, വ്യക്തമാണ്. സംസ്ഥാനത്ത് 4 ദിവസം കൂടി വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് കാലാവസ്ഥാ വകുപ്പ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MS വീണ.